9ാം ക്ലാസ്സിലെ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ എന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 4 വശങ്ങളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണല്ലോ ഇത്. ഇതിന്റെ ഏരിയ കാണുവാനായിട്ട് നമ്മൾ പഠിച്ച വഴികൾ ഇതാണ്. ഇവിടെ നിന്ന് ഇത് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? അപ്പം ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ നമുക്കറിയാവുന്ന മെത്തേഡ് ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കുക. അപ്പൊ 2 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം ഹാഫ് ബി എച്ച്, ഇതും ഹാഫ് ബി എച്ച്. അപ്പോൾ ബിയും എച്ചും ഹൈറ്റും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ ഈ ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിച്ച് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഫുൾ ഏരിയ ആയി. നമുക്ക് അറിയാവുന്ന മെത്തേഡാണത്. ഇനി അത് കൂടാതെ മറ്റ് എന്തെങ്കിലും വഴികളുണ്ടോ? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്കൊരു മെത്തേഡ് ഉള്ളത്, ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിന്റെ അതേ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ എങ്ങനെ ഫോം ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇവിടെ ഒരു ഡയഗണൽ കാണാനായിട്ട് പറ്റുന്നു. ഈ ഡയഗണലിന് പാരലായിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിന് ഒരു പാരൽ ലൈൻ വരയ്ക്കുക. അതായത് നമ്മൾ ഈ ക്വാഡ്രിലാറ്ററലിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഡയഗണലിന് പാരലായിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിൽ കൂടി ഒരു പാരൽ ലൈൻ വരയ്ക്കുക. എങ്ങനെയാണ് പാരൽ ലൈൻ വരയ്ക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ സെറ്റ് സ്ക്വയർ വെച്ച് ഈ ഡയഗണലിന് പാരലായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ അറിയാം. അപ്പം നമ്മളത് ഒന്ന് വരയ്ക്കുകയാണ് ഇവിടെ. അപ്പം ഇതിന്റെ 3rd വെർട്ടെക്സ് നമ്മൾ താഴേക്ക് മാറ്റി ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആക്കുകയാണ്. ഇത് ഇങ്ങനെ മാറ്റി നമുക്കിവിടെ ഒരു പാരൽ ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മളൊരു പാരൽ ലൈൻ വരയ്ക്കുന്നു. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, ഈ പാരൽ ലൈന് നമുക്കിവിടെ ഒരു പാരൽ ലൈൻ കിട്ടി. ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ പാരൽ ലൈനിൽ കൊണ്ടുവന്ന് മീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഡി എന്ന പോയിന്റിൽ നിന്ന് ഇവിടെ ഈ പാരൽ ലൈനിലേക്ക് എവിടാണോ ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്ത് അവിടേക്ക് നമ്മൾ ഇത് നീട്ടി വരയ്ക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഏതാണ് ട്രയാങ്കിൾ എ ഈ മീറ്റ് ചെയ്ത പോയിന്റിന് ഇ എന്ന് കൊടുക്കാം. അപ്പം നോക്കിയ ട്രയാങ്കിൾ എ ഇ ഡി നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ എ ഇ ഡി ഇതെന്ന് പറയുന്നത് ഈ ക്വാഡ്രിലാറ്ററലിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു ഈക്വൽ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ ആയിരിക്കും. അതായത് നമ്മൾ ഇവിടെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ എന്തുമാത്രം സ്പേസ് ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടോ അത് നമുക്ക് ഇവിടേക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ 4th വെർട്ടെക്സിനെ നമ്മൾ ഇവിടേക്ക് വലിച്ച് അതൊരു ട്രയാങ്കിൾ ഫോമിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ ഒരു ക്വാഡ്രിലാറ്ററലിനെ അതിന് തുല്യ ഏരിയ ഉള്ള ട്രയാങ്കിളിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പേജ് നമ്പർ 15ലെ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ദ 2 ക്വാഡ്രിലാറ്ററൽസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദ ഏരിയാസ്. ഇവിടെ നമുക്ക് 2 ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അത് അതേ മെഷർമെന്റിൽ നമ്മൾ ബുക്കിലേക്ക് വരയ്ക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് സൈഡ് തന്നിരിക്കുന്നത് 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ നമ്മൾ വരയ്ക്കുകയാണ്. സ്കെയിൽ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ വരയ്ക്കുന്നു. അതിനുശേഷം 5 സെന്റിമീറ്റർ അതിനൊരു പേര് കൊടുത്തിരിക്കാം എ ബി. നമുക്ക് ഒരു ആംഗിൾ അവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ തന്നിരിക്കുന്നത് 80 ഡിഗ്രിയാണ്. നമുക്കറിയാം ആംഗിൾ എടുക്കാനായിട്ടറിയാം. ഇവിടെ 0 എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ നമ്മളിവിടെ തുടങ്ങുന്നു. ഇത് 80 ഡിഗ്രിയാണ്. ഇവിടെ 80 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്തെടുത്തു. അതിനുശേഷം
ആ സൈഡ് നമുക്ക് എന്താണ് 3 സെന്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് കൃത്യം 3 സെന്റിമീറ്റർ ഇവിടെ അളന്നെടുത്ത് വരച്ചാൽ മതി. കൃത്യം 80 ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ നമ്മൾ അളന്നെടുത്ത് വരയ്ക്കുന്നു. 3 സെന്റിമീറ്റർ. അതിനുശേഷം നമുക്ക് ആ 3യുടെ എൻസിൽ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പം നമ്മൾ ഈ പേപ്പർ അല്പം ഒന്ന് ചെരിച്ച് വെച്ചിട്ട് നമുക്ക് 120 ഡിഗ്രി ഇവിടെ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ 0യിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതാണ് 120 ഡിഗ്രി എന്ന് പറയുന്ന പോയിന്റ്. 120 ഡിഗ്രി ഇതാണ്. അപ്പോൾ ഈ 120 ഡിഗ്രിയിലേക്ക് ലെങ്ത് വേണ്ടത് 4 സെന്റിമീറ്റർ ആണ്. അപ്പം എവിടെ 120 എടുത്തോ അവിടെ നിന്ന് നമുക്ക് 4 സെന്റിമീറ്റർ എടുക്കാനായിട്ട് പറ്റും. 4 സെന്റിമീറ്റർ 1 2 3 4. അപ്പോൾ ഇതാണ് 4 സെന്റിമീറ്റർ. സോ ഇതിന്റെ തേർഡ് സൈഡ് നമുക്ക് കിട്ടി. എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ക്വാഡ്രിലാറ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇത് ഈ 4th സൈഡ് നമുക്ക് ജോയിൻ ചെയ്താൽ നമ്മളോട് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അതേ ക്വാഡ്രിലാറ്ററൽ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ഏതാണ് സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ തിയറിയിൽ എന്ത് പഠിച്ചോ അത് അതേപടി നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഇതിന് ഡയഗണൽ വരയ്ക്കുന്നു. ഡയഗണൽ BD വരയ്ക്കുന്നു. അതിനുശേഷം ഈ BDക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിൽ കൂടി BDക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. BDക്ക് പാരലായിട്ടുള്ള ലൈൻ വരയ്ക്കാൻ വേണ്ടി സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് ഇത് മാറിപ്പോകാതെ ഈ 2 സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് സ്കെയിൽ ഒട്ടും മാറിപ്പോകാതെ ഇതേ പൊസിഷനിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിൽ Cയിൽ കൂടി പാരൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ പാരൽ ലൈൻ നമ്മൾ വരച്ചു വെർട്ടെക്സിന് പാരലായിട്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യാം. ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെ ഈ എന്താണ് പാരൽ ലൈൻസിലേക്ക് കൊണ്ട് നമ്മൾ മീറ്റ് ചെയ്യിപ്പിക്കുക. നമുക്ക് പാരൽ ലൈൻസിൽ മീറ്റ് ചെയ്തു ശേഷം നമ്മൾ ചെയ്യും നമുക്ക് ആ പോയിന്റിന് E എന്ന് കൊടുക്കാം. മീറ്റ് ചെയ്ത പോയിന്റ് E ആണ്. നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിന് സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ ആണല്ലോ വേണ്ടത്. അതിനുശേഷം നമ്മൾ D എന്ന പോയിന്റിൽ നിന്ന് നമ്മളുടെ BD ആണ് നമ്മളുടെ ഡയഗണൽ. അതിലെ D എന്ന പോയിന്റിൽ നിന്ന് Eയിലേക്ക് നമ്മൾ ചേർത്ത് വരയ്ക്കുകയാണ്. Eയിലേക്ക് വരയ്ക്കുന്നു. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ AED. ട്രയാങ്കിൾ AED അതായിരിക്കും ഈ ക്വാഡ്രിലാറ്ററൽ. അതായത് ഈ ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും നമുക്ക് തന്നിരുന്ന ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ. ഇനി നമുക്ക് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിന്റെ എന്താണ് ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് എടുത്താൽ മതി. അതായത് നമുക്ക് AE എന്ന് പറയുന്നത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് കഴിയുമ്പോൾ നമുക്കറിയാം 10.8 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. AE എന്ന് പറയുന്നത് AE ഈസ് ഈക്വൽ ടു 10.8 സെന്റിമീറ്റർ. അതുപോലെ ഹൈറ്റ് ഓഫ് D എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് Dയിൽ നമ്മൾ ഏതിലേക്കാണ് AEയിലേക്ക് വരച്ചു കഴിയുമ്പോൾ ഒരു ലംബം വരച്ചു കഴിയുമ്പോൾ അതാണല്ലോ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 2.9 സെന്റിമീറ്റർ ആണ്. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ AED എന്ന് പറയുന്നത് ഹാഫ് BH. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് AE എന്ന് പറയുന്നത് 10.8 സെന്റിമീറ്റർ. ഹൈറ്റ് ഫ്രം D to AE എന്ന് പറയുന്നത് 2.9 സെന്റിമീറ്റർ. ഏരിയ ഓഫ് AED എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു 10.6 ഇൻറ്റു 2.9 ദാറ്റ്സ് ഈക്വൽ ടു 15.66 സ്ക്വയർ സെന്റിമീറ്റർ നമുക്ക് കിട്ടുന്നു. സോ ദിസ് ഈസ് ദ ആൻസർ.